എൻ്റെ പൊന്നു മച്ചാന്മാരെ, ഇതേ ഇപ്പം ഫിഷിംഗ് ഇൻഡസ്ട്രി വരെ അങ്ങ് എഐൻ്റെ കളിയാണ്. നമ്മളങ്ങ് പറഞ്ഞു വരുന്നത് നമ്മുടെ ഐസ്ലാൻഡിലാണ്. അവരുടെ മെയിൻ പരിപാടി അറിയാലോ, ഏകദേശം 38% എക്സ്പോർട്ട് വരുന്നത് ഫിഷിംഗ് ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ അവർക്ക് എഐ ഉപയോഗിക്കാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ, അത് വേറൊരു സത്യം തന്നെ. അപ്പം അവിടെ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഗ്രീൻ ഫിഷ് എന്ന് പറയുന്ന. അവർ എസ്പെഷ്യലി അവർ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഫിഷിംഗ് ഇൻഡസ്ട്രീനെ കുറിച്ചാണ്. അപ്പം അവർ ഒരു പ്ലാറ്റ്ഫോം കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോം, എഐ ഡ്രിവൻ പ്ലാറ്റ്ഫോമിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഫിഷ് കടലിൻ്റെ എവിടെയാണെന്ന് ഏകദേശം 8 to 10 ദിവസം, 1-2 അല്ല 8 ദിവസം തൊട്ട് 10 ദിവസം മുന്നേ തന്നെ അവർ ഫോർകാസ്റ്റ് ചെയ്യും. അപ്പം തന്നെ അറിയാലോ, ഈ മുക്കന്മാരെല്ലാം കൂടെ ആ ഒരു ഫോർകാസ്റ്റ് ചെയ്ത് ഏരിയയിലേക്ക് പെട്ടെന്ന് തന്നെ പോകും. എന്നിട്ട് ഇവർക്ക് മീനൊക്കെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് തിരിച്ചു വരികയും ചെയ്യാം. ആ എത്ര മീനെ കിട്ടുമെന്ന് വരെ ഈ ഒരു എഐ സിസ്റ്റം നമുക്ക് പറഞ്ഞു തരും. അതേപോലെ തന്നെ എവിടെ സാധനമുണ്ട്, ഇതെല്ലാം മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ സാറ്റലൈറ്റ് ഡാറ്റ. അതേപോലെ തന്നെ പണ്ട് ഇവർ കുറേയധികം മീൻ പിടിച്ചൊരു റെക്കോർഡ്സ് ഉണ്ടാവില്ല, ആ ഒരു റെക്കോർഡ്സ് എല്ലാം ഡീപ്പ് ലേൺ ചെയ്തിട്ടാണ് ഈ ഒരു എഐ സിസ്റ്റം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരുന്നത്. പിന്നെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത്, നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഫ്യൂവലിൻ്റെ ആ ഒരു ഇഷ്യൂസോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഏകദേശം 15% റിമിറ്റ് ചെയ്യുന്നത് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ഈ ഗ്രീൻ ഫിഷ് കമ്പനി എസ്പെഷ്യലി ഈ ഒരു ഫിഷിങ് മാത്രമല്ല, അവന്മാർ വേറെ, അതായത് ഈ ഒരു പ്രോസസ്സിങ് ഉണ്ടല്ലോ, അതായത് ഒരു ഫിഷിനെ പിടിച്ച് വേറൊരു സ്ഥലത്ത് എത്തിക്കുന്നവരെ, ആ ഒരു പ്രോസസ്സിങ് വരെ ഇവർ എഐ ഡ്രിവൻ ആക്കിയേക്കാണ്. അതായത് ഈ ഒരു എഐ സിസ്റ്റത്തിന് അറിയാം ഏതൊക്കെ മീനാണ് ചീത്ത, ഏതൊക്കെ മീനാണ് നല്ലത്, അങ്ങനെ എല്ലാം അറിയാം. ആ ഒരു എക്സ്പോർട്ട്, ആ ഒരു ഫംഗ്ഷൻ വരെ ചെയ്യുന്നത് ഈ ഒരു എഐ ഡ്രിവൻ സിസ്റ്റമാണ്. മനുഷ്യർ അവിടെ വെറുതെ ഒന്ന് നോക്കിയിരുന്നത് കണ്ടാൽ മാത്രം മതി, നോക്കിയിരുന്ന അതിനെ കണ്ടാൽ അതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കോമ്പൈൻ ചെയ്താൽ മാത്രം മതി. അതാണ് അവിടുത്തെ ആ മനുഷ്യരുടെ പരിപാടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ ഈ കേരളത്തിലും കുറേയധികം മുക്കവരൊക്കെ ഉണ്ട്, അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇങ്ങനെ കുറേയധികം മീൻ പിടിക്കുന്നത്. അവരുടെ ഫാമിലി സസ്റ്റൈനബിലിറ്റി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു എഐ ഡ്രിവൻ സിസ്റ്റം നമ്മുടെ കേരളത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഈ ഒരു പാവപ്പെട്ട ആ ഒരു മുക്കവരുടെ ജീവിതത്തിന് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയാവുന്നതാണ്.